സർഗസന്ധ്യ. ഇപ്പോൾ കേൾക്കാം ഓർമ്മകളിൽ എസ് ജാനകി. പാട്ടെഴുത്തുകാരൻ വിനോദ് തള്ളശ്ശേരിയുമായി സതീഷ് തോട്ടത്തിൽ നടത്തുന്ന അഭിമുഖം. നമസ്കാരം. നമ്മൾ വിട്ടുപോയ ജാനകിയമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്ന റേഡിയോ സിയുവിൻ്റെ പ്രവർത്തകർക്ക് ആദ്യമായിട്ട് ഒരു നന്ദി അറിയിക്കുകയാണ്. മലയാളി അല്ലാഞ്ഞിട്ടും നമ്മളെക്കാളൊക്കെ വലിയ മലയാളിയായിരുന്നു ജാനകിയമ്മ എൻ്റെ നോട്ടത്തിൽ. അവരുടെ പാട്ടുകൾ ഒരു കാലഘട്ടത്തെ മൊത്തം കൂടെ കൊണ്ടു നടന്നിട്ടുള്ള പാട്ടുകളാണ്. ആ പാട്ടുകൾ നമ്മൾ മലയാളികളുടെ എല്ലാ രീതിയിലുള്ള വികാര ഭാവങ്ങളെയും ആ പാട്ടുകൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഭാസ്കർ മാഷും രാഘവൻ മാഷും ചേർന്നുണ്ടാക്കിയിട്ടുള്ള കേരള തനിമയുള്ള കേരളത്തിൻ്റെ ഗ്രാമ നൈർമല്യം ഒപ്പിയെടുത്ത പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുള്ളത് ജാനകിയമ്മയുടെ ശബ്ദത്തിലൂടെയാണ്. അതുപോലെ പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും വിവിധ ഭാവങ്ങൾ കൊണ്ടുവന്ന ഭാസ്കരൻ ബാബുരാജ് ടീമിൻ്റെ പാട്ടുകളും നമ്മൾ കേട്ടത് ജാനകിയമ്മയുടെ ശബ്ദത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മലയാളികളെക്കാളും വലിയ മലയാളിയായിട്ടാണ് ജാനകിയമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. 88 വയസ്സായി. 38 അവർ ജനിക്കുന്നത്. 57 മുതൽ മലയാളി ജാനകിയുടെ പാട്ടുകൾ കേട്ടു. അപ്പം ജാനകിയോട് ചോദിക്കുന്നുണ്ട്, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ മലയാളിയായി ജനിക്കാനാകും. അങ്ങനെ ചോദിക്കാൻ കാരണം അവർ തെലുങ്ക് നാട്ടിൽ നിന്ന് വരുന്നു, അവരുടെ മാതൃഭാഷ തെലുങ്കാണ്. എന്നിട്ടും വളരെ സ്വതസിദ്ധമായ ശൈലി ഒരു മലയാളി പാടുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ജാനകിയമ്മ പാടിയിട്ടുണ്ട്. അപ്പം പറയുന്നുണ്ട്, എന്തിന് എന്ന് ചോദിക്കുന്നതിന് വളരെ എന്തിന്, ഞാൻ ജന്മനാ തന്നെ മലയാളിയാണ് എന്ന് ചോദിക്കുന്നു. കാരണം ഞാൻ സ്വപ്നം കാണുന്നത് പോലും മലയാളത്തിലാണ് ജാനകിയമ്മ പറയുന്നത്. അത്രമാത്രം മലയാളിയെ സ്വാധീനിച്ചു. എനിക്ക് തോന്നുന്നു ഈ 88 വയസ്സിൽ ഈ 2 ദിവസം മുമ്പ് ജാനകിയമ്മ നമ്മ വിട്ടുപോയപ്പോൾ ഈ മലയാളികളായ എല്ലാ ആളുകളും സങ്കടപ്പെട്ടു. കാരണം അവരുടെ ദൈനംദിന ജീവിതത്തിൽ ആ ശബ്ദം എല്ലാ ദിവസവും കേട്ടിരുന്നു. കാരണം അവർ വ്യത്യസ്തമായ ഈണത്തിലൂടെ, വ്യത്യസ്തമായ ആശയത്തിലൂടെ, വ്യത്യസ്തമായ വൈകാരിക പ്രകടനങ്ങളിലൂടെ നമ്മളൊക്കെ മനസ്സുകളിലേക്ക് ചേക്കേറിയ ഒരു വലിയ കാര്യമാണ്. അപ്പം അവരുടെ വിയോഗത്തെ കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള സംസാരിക്കാനൊക്കെയാണ് നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ റേഡിയോ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. ഞാനും അതിന് സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് കുറച്ച് ആളുകൾ കൂടി കേൾക്കാനും കൂടി സൗകര്യമൊരുക്കി തന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ആ ഒരു നന്ദി ഞാനും കൂടെ ഇവരുമായിട്ട് നിങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഒരു സംഭാഷണം നമുക്ക് തുടങ്ങാൻ തോന്നുന്നു. ജാനകിയമ്മയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, അവരുടെ ശബ്ദം വന്നിരുന്നത് അവരുടെ തൊണ്ടയിൽ നിന്നല്ല, അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് അവരുടെ ആലാപനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പാടിയിട്ടുള്ള പല പാട്ടുകളും, നമുക്ക് എടുത്തു പറയാവുന്ന പല പാട്ടുകളുണ്ട്, അത്രയും ഭാവ തീവ്രത അവർക്ക് കൊണ്ടുവരാൻ പറ്റിയത് അത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്നുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, അവർ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തതാണ്. അവർ പാട്ടുകളുടെ വരികൾ എഴുതിയിരുന്നത് തെലുങ്കിലാണ്. തെലുങ്കിൽ എഴുതിയിട്ടുള്ള വരികളാണ് അവർ മലയാളത്തിൽ പാടിയിരുന്നത്. 1-2 പാട്ടുകൾ നമുക്ക് കൃത്യമായിട്ട് ഉദാഹരിച്ചെടുക്കാൻ പറ്റും. അത്രയും നമുക്ക് ഈ ഒരു സമയത്തിൻ്റെ അകത്ത് അത്രയും നമുക്ക് പറ്റുള്ളൂ. ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന സിനിമയിലെ ഇരു കണ്ണീർ തുള്ളികൾ, ഒരു സുന്ദരിയുടെ ആ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ വരികളെ കുറിച്ചിട്ട് അവർ പലതവണ പറഞ്ഞിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് ഒരിക്കൽ എനിക്ക് നേരിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്.
അന്ന് അവർ ചെന്നൈയിൽ വെച്ചിട്ടാണ്. ചെന്നൈയിൽ വെച്ചിട്ട് ഒരിക്കൽ അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഭാഗ്യം അത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയായിരുന്നു. അന്ന് അവരെടുത്ത് പറഞ്ഞൊരു പാട്ട് ഇതായിരുന്നു. അതായത് പിന്നെ ആ പാട്ടിൻ്റെ വരികൾ അത്ര മനോഹരമാണ്. ഭാസ്കർ മാഷിൻ്റെ, അതായത് 2 കണ്ണീർ തുള്ളികൾ തന്നെയായിരുന്നു ഇരുട്ടിൻ്റെ ആത്മാവിലെ 2 കഥാപാത്രങ്ങൾ, വേലായുധനും അമ്മുക്കുട്ടിയും. അവർ മൂക്കിൻ്റെ അപ്പുറത്തുപ്പുറത്തും വരുന്ന 2 കണ്ണുനീർ തുള്ളികൾ പോലെ വേറിട്ട് നിന്നുകൊണ്ട് നിലത്ത് വീണ് ഇല്ലാതെ ആകുന്ന ഒരു കാര്യമാണ് ആ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ആ പാട്ടിൽ ജാനകിയമ്മ കൊടുത്തിട്ടുള്ള ഭാവം, അത് പിന്നെ അതാണ് ഞാൻ പറഞ്ഞ ഒരു മലയാളിക്ക് പോലും അത്ര തീവ്രമായിട്ട് ആ വികാരത്തെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പാട്ടിനെ കുറിച്ച് അനുസരിച്ചുള്ള ഭാവം കൊടുത്തു ഓരോ സന്ദർഭത്തിനും. ഓരോ സന്ദർഭം. അപ്പോൾ ഈ പാട്ട് ഉദാഹരണത്തിന് ഇനിയിപ്പോൾ വേറൊരു പാട്ട് നമുക്ക് അതിൻ്റെ സന്തോഷത്തിൽ പറഞ്ഞ പാട്ടിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരിക. സ്വർണ്ണമുഖിലെ എന്നുള്ള ജോൺസൺ മാഷിൻ്റെ പാട്ട്. ഈ സ്വർണ്ണമുഖിലെ എന്നുള്ള ജോൺസൺ മാഷിൻ്റെ പാട്ട് പാടുന്നതിന് മുമ്പ് ജാനകിയമ്മ ജോൺസണോട് ചോദിച്ചു പോലും, ഈ പാട്ട് അതിൻ്റെ വരികൾ അറിഞ്ഞപ്പോൾ ഞാൻ കരയേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. രവിമേനോൻ പറഞ്ഞതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ജോൺസൺ മാഷ് പറഞ്ഞു പോലും, കരയണം, പക്ഷേ കരച്ചിൽ പുറത്തു വരാൻ പാടില്ല. ആ പാട്ട് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ കരച്ചിൽ വ്യക്തമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അതെ അതെ. പിന്നെ അതുപോലെ ഇപ്പോൾ മറ്റൊന്ന്, പിന്നെ ഇതേമാതിരി തന്നെ സ്വർണ്ണമുഖിൽ എന്നുള്ള വന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന വേറൊരു പാട്ടാണ്. അത് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. വിലക്കപ്പെട്ട ബന്ധങ്ങൾ എന്ന സിനിമയിൽ A.T. ഉമ്മർ ചെയ്തൊരു പാട്ടുണ്ട്. സ്വർണ്ണമുഖിലുകൾ സ്വപ്നം കാണും പൗർണമിരാവിൽ നീ എങ്ങോ, ഇങ്ങനൊരു പാട്ടുണ്ട്. അതിൽ കൊടുക്കുന്ന ഭാവത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഭാവമാണ്, അത്രയും പ്ലസൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പാട്ടുകൾ നമുക്ക്. പിന്നെ അതുപോലെ വേറൊരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നു, മനസ്വിനിയിൽ പ്രണയം തുളുമ്പി നിൽക്കുന്ന ഒരു പാട്ട്. അതാണ് പിന്നെ ഭാസ്കരൻ ബാബുരാജാണ് ചെയ്തിട്ടുള്ളത്. മുട്ടി വിളിക്കുന്നു വാതിലിൽ മധുമാസം, ഉദ്യാന പാലക ഉണരുണരു ഉണരുണരു. എന്ത് ആ പ്രണയത്തിൻ്റെ തീവ്രത, നിഷ്കളങ്ക പ്രണയത്തിൻ്റെ തീവ്രത ആ ആലാപനത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഭാസ്കർ മാഷിൻ്റെ വരികളുടെ പ്രത്യേകത കൂടിയാണ്, തർക്കമില്ലാത്ത കാര്യമാണത്. പക്ഷെ അത് കൃത്യമായിട്ട് ആലാപനത്തിൽ കൊണ്ടുവരാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പം നമ്മൾ മലയാളികളുടെ സ്നേഹം ഉണ്ടല്ലോ, മരണം വരെയും കത്ത് സൂക്ഷിച്ചിരുന്നു ജാനകിയമ്മ. അവരുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ അവർ മരിച്ചു പോകുമെന്നുള്ള ഒരു ഘട്ടം വന്ന സമയത്ത് മലയാളികളായിരുന്നു, ഒരു മലയാളിയാണ് അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സ്നേഹം അവർ പറയുന്നുണ്ട്. 2 അനുഭവങ്ങളുണ്ട്. കാരണം മലയാളിയുടെ സ്നേഹം കിട്ടിയിട്ടില്ല, തന്നെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഇഷ്ടംപോലെ പിന്തുടരുന്ന മലയാളി ഉണ്ടെന്ന് അറിയുന്നത് 1970 ഇവർ USA പോകുന്നുണ്ട്. അന്ന് ഇവരുടെ കൂടെ മകൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ശ്വാസകോശ സംബന്ധമായ പെട്ടെന്ന് എന്തൊരു അസുഖം വന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല, എന്തോ തടസ്സം വന്നു. ആശുപത്രിയിൽ പോയി. അവർക്ക് ഭാഷ അറിയില്ല, ദേശത്തെക്കുറിച്ച് ധാരണയില്ല, ആകെ അപരിചിതത്താണ് അവിടെ. അതിന് ആശുപത്രിയിൽ ചെന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അക്കാലത്തും മലയാളി നഴ്സുമാർ US ആശുപത്രിയിലുണ്ട്. നഴ്സുമാർ ജാനകിയമ്മ വന്നോട് കൂടി എല്ലാവരും കൂടെ പൊതിഞ്ഞു നിന്നു. ഇവർ പോകുന്നേ ഇല്ല. അപ്പം ഉറങ്ങാൻ പോയിക്കോളൂ കുട്ടികളെ എന്ന് പറയുമ്പോൾ നെയ്യുന്ന പോകുന്നില്ല അവർ. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താ ഉറങ്ങാത്തത് ചോദിക്കുന്ന സമയത്ത് പറയുന്നില്ല, ഉറങ്ങുമ്പോൾ പോലും അമ്മയുടെ ചൂടത്തിൽ പാട്ടുണ്ട്. അത് കേൾക്കാൻ, ആ ഭാവം കാണാനാണ് ഞങ്ങൾ പോകാത്തത്. ഉറങ്ങുമ്പോൾ പോലും അമ്മയുടെ ചുണ്ടത്തൊരു പാട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം അന്തരിച്ച് കിടക്കുമ്പോൾ പോലും ആ ഒരു ചിത്രത്തിൽ പോലും നമ്മുടെ ജാനകിയമ്മയുടെ ചുണ്ടത്തൊരു പാട്ട് ഉണ്ട് തോന്നി. അങ്ങനെയാണ് അവർ. മറ്റൊരു സന്ദർഭം കൂടി ഇനി പറയുന്നുണ്ട് അവർ. അത് ചെന്നൈയിലാണ്. മറ്റേ USA ചെന്നൈയിലായിരുന്നു. ഇതേപോലെ തന്നെ ഒരു ആശുപത്രിയിൽ പോയ സമയത്ത് ഒരു മരുന്ന് കുത്തിവെച്ചു, എന്തൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മരുന്ന് കുത്തിയ സമയത്ത് ആകെ ശ്വാസം നിലച്ച മറ്റുള്ള. അങ്ങനെ അവർ എന്ത് ചെയ്തു, വീട്ടിലെത്തിയ സമയത്ത് ഇവർ കൂടുതൽ വെപ്രാളപ്പെട്ടു പോകുന്നു, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവർ മരിച്ചു പോകുന്നതിന് ഉറപ്പിച്ചു, ശ്വാസമില്ലാതെ. മാത്രമല്ല മേലെ വീണ അലർജി വന്നിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് എത്തുകയും അങ്ങനെ ഒരു കാറുള്ളത് വർക്ക്ഷോപ്പ്. അന്ന് മകനുണ്ട്, മകൻ പലരും വിളിച്ച് കിട്ടുന്നില്ല. അവസാനം ഒരു ആംബുലൻസ് ഡ്രൈവർ
ഹോസ്പിറ്റലാണ് ചെന്നൈയിൽ. അവർ വേറെ വന്ന സമയത്ത് ഇവർ പറയുന്നുണ്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് ആ ഹോസ്പിറ്റലിൽ എത്തേണ്ടത്. പക്ഷെ 10 മിനിറ്റിനുള്ളിൽ ആ ഹോസ്പിറ്റലിൽ ആ മലയാളിയായ ആംബുലൻസ് ഡ്രൈവർ എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ ഡോക്ടർ പറയുന്നുണ്ട് ഇത്രയും സമയത്തിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോയി. അപ്പം ആ എത്തിച്ചത് മലയാളി. ആ മലയാളി പറയുന്ന അമ്മയുടെ പാട്ട് ഞാൻ എന്നും കേൾക്കാറുണ്ട്. എനിക്ക് അമ്മയെന്ന് മനസ്സിലായി. നിങ്ങളെ രക്ഷിച്ചെടുക്കുക എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിനാണ് ഞാൻ എൻ്റെ സ്റ്റിയറിംഗ് എന്ത് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എത്തിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ കാണാൻ വരുന്നുണ്ട് ജാനകിയെ കണ്ടിട്ട് ജാനകി അറിയുന്നുണ്ട് ഈ ഡ്രൈവർ മോട്ട് നോക്കിയിട്ട്. അപ്പം അങ്ങനെ തൻ്റെ സ്വന്തം ജീവൻ പോലും തൻ്റെ പാട്ട് കൊണ്ട് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സൗഹൃദ ബന്ധം, ഒരു സ്നേഹബന്ധം ജാനകി മലയാളികൾക്കിടയിൽ കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ ഇന്ന് മിനിയാത്തെ നമ്മുടെ മാധ്യമങ്ങളും ജനങ്ങളും ഈ മരണത്തെ ഇങ്ങനെ എനിക്ക് തോന്നുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വല്ലാതെ ഹൃദയത്തെ സ്പർശിച്ച് കടന്നുപോയ ഒരാൾ നമ്മുടെ നാട്ടിലെ മലയാളിയായ ഗായകനായിരുന്നില്ല, SP ബാലസുബ്രഹ്മണ്യം ഗായകനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയ സമയത്തും മലയാളി വല്ലാതെ വിങ്ങിപ്പോയിരുന്നു. അത് കോവിഡ് കാലമായതുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആ കാഴ്ചകൾ കണ്ടു ചെയ്തു. പിന്നെ എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സംഭവം ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ തെലുങ്ക് അല്ലെങ്കിൽ മറ്റൊന്നും ആയിരുന്നില്ല, തമിഴിലൊന്നും ആയിരുന്നില്ല ഈ നമ്മുടെ ജാനകിയമ്മയുടെ പാട്ടുകൾ കമ്പോസ് ചെയ്തത്. ജാനകിയുടെ മനസ്സറിഞ്ഞത് പലപ്പോഴും മലയാളികളാണ്, സംഗീത സംവിധായകർ. തീർച്ചയായിട്ടും ആർക്കായിരുന്നു സത്യത്തിൽ അങ്ങനെ ഇതിനെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു? അത് പറയുകയാണെങ്കിൽ അതിൽ ഒരിത്തിരി തമാശയുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മലയാളങ്ങളുടെ ഏറ്റവും വലിയ സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞാൽ ദേവരാജ മാഷാണ്. പക്ഷേ ദേവരാജ മാഷുടെ ഇഷ്ട ഗായിക ഒരിക്കലും ജാനകിയമ്മ ആയിരുന്നില്ല. പി സുശീലയായിരുന്നു അവരുടെ അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഗായിക. അതൊഴിച്ച ദേവരാജ മാഷെ മാറ്റി നിർത്തിയാൽ മലയാളത്തെ അക്കാലത്ത് നിന്നിരുന്ന എല്ലാ സംഗീത സംവിധായകരും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ജാനകിയമ്മയുടെ ശബ്ദം. അത് ബാബുരാജിന് നമുക്കറിയാം, കെ രാഘവൻ നമുക്കറിയാം, ചിദംബരനാഥിൻ്റെ അതിമനോഹരമായ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മറ്റേ പകൽക്കിനാവിലെ പാട്ട്, നിദ്ര തന്നീരാഴി നീന്തിക്കടന്നപ്പോ സ്വപ്നത്തിൻ കളിയോടം കിട്ടി, ചിദംബരനാഥാണ്. അതുപോലെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് മലയാളത്തിലെ യുഗ്മഗാനങ്ങൾ, നല്ല യുഗ്മഗാനങ്ങൾ എടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പ്രതിഷ്ഠിക്കുന്ന ഒരു പാട്ട് കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിലെ ഒരു പാട്ടാണ്. കുങ്കുമപ്പൂവുകൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ, കുങ്കുമപ്പൂവുകൾ പൂത്തു, ചിദംബരനാഥ് ചെയ്താണ്. അതുപോലെ പുകഴേന്തി, അക്കാലത്തെ വേറൊരു സംഗീത സംവിധായകനായിരുന്നു. അധികം പാട്ടുകളൊന്നും ചെയ്തിട്ടില്ല, മേ ബി ഒരു 50-ൽ പരം പാട്ടുകൾ അദ്ദേഹം മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ അദ്ദേഹത്തിൻ്റെ സ്നേഹദീപമേ മിഴി തുറക്കും എന്നുള്ള പാട്ടിൽ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കും എന്നുള്ള പാട്ട്. അതുപോലെ വിത്തുകളിൽ എന്താ പറയുക, പ്ലസൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പാട്ട്, ഗോപുരമുകളിൽ വാസന്തചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു, പുകഴേന്തിയതാണ്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ദക്ഷിണാമൂർത്തി പിന്നെ തുടക്കത്തിൽ തന്നെ ജാനകിയമ്മയുടെ പാട്ട് പിന്നെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. സീത എന്ന സിനിമയിൽ പി സുശീല ആദ്യം പാടുന്നത്, പിന്നെ മലയാളത്തിൽ പാടുന്നത് സീത എന്നുള്ള സിനിമയിലെ താരാട്ടാണ്. അങ്ങേയറ്റം ഇപ്പോഴും നമ്മൾ പാടി നടക്കുന്ന താരാട്ട്. പക്ഷെ ആ സിനിമയിൽ ജാനകിയമ്മയുടെ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ജാനകിയമ്മയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഇവരൊന്നും ആയിരിക്കില്ല, ബാബുരാജ് ആയിരിക്കും. തീർച്ചയായും ബാബുക്ക് ഓരോ പാട്ടും ജാനകിയമ്മ ഓരോ പാട്ടും പാടിക്കഴിഞ്ഞാൽ ആ സൗണ്ട് പോയ ശേഷം നന്നായിരുന്നു എന്ന് പറയുന്ന എല്ലാ പാട്ട് പാടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് പറയും. അപ്പൊ ജാനകി പറയുന്ന മറുപടി ഉണ്ട്, നിങ്ങൾ തന്ന ഇത്രയും നല്ല സംഗീതം തന്നാൽ ഞാൻ എങ്ങനെ പാടാതിരിക്കും എന്ന് ജാനകിയമ്മ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അത്രയും വലുപ്പമാണ്. കാരണം മാത്രമല്ല ജാനകിയമ്മ പറയുന്നുണ്ട്, ഇത്രയും സ്വതന്ത്രമായിട്ട് എനിക്ക് അനുവാദം തന്നിട്ടുള്ള ഒരു സംഗീത സംവിധാനം എൻ്റെ ജീവിതത്തിൽ കാരണം എനിക്ക് വിട്ടുതരാണ്.
എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നു ഹിന്ദുസ്ഥാനി നിന്നത്തിലെ രാഗങ്ങൾ കൊണ്ടുവന്നിട്ട് പാടിപ്പിക്കും. ഏറ്റവും കൂടുതൽ പാട്ട് പാടിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് ബാബുരാജ് ആയിരിക്കാനാണ് തോന്നുന്നത്. അവർ നമ്മൾ ഭയങ്കര ബന്ധം, എല്ലാത്തിനും ബന്ധം, സംഗീത ബന്ധമുണ്ട്. ആ പാട്ടുകൾ ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വശീകരിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ ദേവരാജൻ മാഷ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ദേവരാജൻ മാഷ് പറയുന്നത് എൻ്റെ ചില ലഹ്നമായിട്ട് ജാനകിക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിമർശനം ഉന്നയിക്കുകയും അതേ സമയത്ത് തന്നെ ബാബുക്കയുടെ പാട്ടുകൾ എന്ത് ചെയ്യുന്നു, ജാനകി പാടിയ പാട്ടുകൾ വളരെ ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് വ്യത്യാസങ്ങളായിരുന്നു. എനിക്ക് ഈഗോ എന്തോ പ്രശ്നമായിരിക്കാൻ എനിക്ക് തോന്നുന്നത്. ചില ഗായികമാരെയൊക്കെ ഗായകരെയൊക്കെ ചില സംഗീത സംവിധായകർ കൂടുതൽ പ്രാധാന്യം തീർച്ചയായും പ്രത്യേകത കൂടി ആയിരിക്കാം. പിന്നെ അത് പറയുമ്പോൾ ദേവരാജ മാഷ് അതിമനോഹരമായ ഒരു പാട്ട് ജാനകിയെ കുറിച്ച് പഠിച്ചു. ഇത് വേറെ ഇത് കൊണ്ട് കേട്ടോ, അവര് ഇതുകൂടെ പറയുന്നുണ്ട്, വ്യക്തിപരമായിട്ട് ജാനകിയമ്മ ഇത്രയും പ്രൗഢയായിട്ട്, ഇത്രയും അഭിമാനിയായിട്ടുള്ള, ഇത്രയും വിനയത്തോടു കൂടിയിട്ട് ഉള്ള ഒരു ഗായികയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നും ദേവരാജ മാഷ് പറഞ്ഞു. ദേവരാജ മാഷ് ചെയ്ത ഒരു പാട്ട് കളിത്തോഴൻ എന്ന സിനിമയിലൊരു പാട്ടുണ്ട്, പിന്നെ ജാനകിയമ്മ പാടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള പാട്ട് ഇതാണത്. മാനത്തെ വെണ്ണിലാവ് മയങ്ങിയല്ലോ, മധുമാസ സ്വപ്നങ്ങളും മയങ്ങിയല്ലോ. ഇത് ദേവരാജ മാഷ് ചെയ്തതാണ്. അപ്പം പാട്ടുകള് ഇഷ്ടഗായിക സുശീലയാണെന്ന് പറയുമ്പോഴും പിന്നെ ഭാര്യ എന്ന സിനിമയിൽ എന്ന് പറഞ്ഞാൽ വയലാർ ദേവരാജൻ എന്ന കൂട്ടുകെട്ട് മലയാളത്തിൽ ഊട്ടിയുറപ്പിച്ച സിനിമ ഭാര്യയായിരുന്നു. അതില് പിന്നെ ജാനകിയമ്മയുടെ ഒരു പാട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിലും, കാരണം ജാനകിയമ്മയുടെ ശബ്ദം ഒഴിവാക്കിയിട്ട് അക്കാലത്ത് ഒരു സംഗീത സംവിധായകന് നിലനിൽക്കാൻ പറ്റൂലേ, അതൊരു ഘടകം തന്നെയാണ് പറയാൻ. കാരണം എനിക്ക് തോന്നുന്നു ജാനകിയമ്മ ഉഷാ ഖന്നയുമായിട്ടുള്ള ഒരു ചെന്നൈയിൽ തന്നെ ഒരു അസുഖം, ആ സമയത്ത് അസുഖം. ഈ ജാനകിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആസ്മാരോഗിയായിരുന്നു. 18-ാം വയസ്സിൽ അതിന് ആസ്മാരോഗി. ഈ ആസ്മാരോഗവുമായിട്ടാണ് അത് പറയുന്നുണ്ട്. 63 ശേഷം എൻ്റെ പാട്ടുകളൊക്കെ കുറച്ചും കൂടി നിൽക്കാൻ കാരണം അതിന് മുമ്പുള്ള പാട്ടുകൾ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട്, കാരണം അതിന് ശേഷം എൻ്റെ ഇപ്പെട്ട ഒരുപാട് രോഗങ്ങളുണ്ട്, ആസ്മയുണ്ട്, ഹൃദയ സംബന്ധമായ രോഗം. അങ്ങനെ ചെന്നൈയിലെത്തിയ സമയത്ത് ഉഷാ ഖന്ന ഒരു 3 പാട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജാനകിയമ്മക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. പക്ഷെ ഇവർക്ക് പാടാൻ പറ്റും. അങ്ങനെ ആരോ കൂട്ടുകാരെ നിർബന്ധിച്ച് അവർ വീട്ടിൽ പോയി താമസിച്ച് ഹോർലിക്സൊക്കെ കൊടുത്തിട്ടൊക്കെ ശരീരമൊക്കെ ഒന്ന് റെഡിയാക്കി മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉഷാ ഖന്നയുടെ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് അവിടെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് കഴിയുന്നത്. റാഫിക്ക് വേണ്ടി ഒക്കെ മുകേഷിനൊക്കെ വേണ്ടിയിട്ട് വായിച്ച ആൾക്കാരാണ്. ഹരിപ്രസാദ് ചൗരസ്യ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഫ്ലൂട്ട് പുല്ലാമ്പുഴ വായിക്കുന്നു. അപ്പൊ ആലോചിക്കണം നമ്മളെ പ്രശസ്ത. അപ്പം അവര് ജാനകിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഹിന്ദിയിൽ പാടണം, എന്ത് ചെയ്യാം, ബുദ്ധിമുട്ട് എൻ്റെ വീട്ടിലേക്ക് വരും, അവിടെ താമസിക്കും. നിങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഭാവി ഹിന്ദി സിനിമയാണ്. കാരണം അത്രമാത്രം ആ പാട്ട് ഉഷാ ഖന്നയുടെ പാട്ട് പിന്നെ ഇതിന്റെ മനോഹരമായ പാട്ടാണ്. മുകിലേ വിണ്ണിലായാലും കണ്ണീരു തൂകൂ നീ തൂമുകിലേ. പിന്നെ ഇത് ജാനകിയമ്മയുടെ പാട്ടുകളെ കുറിച്ച് എടുത്തു പറയുമ്പോൾ ജാനകിയമ്മയെ കുറിച്ചിട്ട് പറയുന്നത് മോഡുലേഷൻ്റെ രാജ്ഞി എന്നാണ് അവരെ വിശേഷിപ്പിച്ചത്. ശബ്ദത്തിന് ഇത്രയും ഭംഗിയായിട്ട് മോഡുലേഷൻ കൊടുത്തിട്ടുള്ള വേറൊരു ഗായിക ഉണ്ടാവില്ല. അതിൽ നമുക്കിപ്പോൾ ഉദാഹരണമായിട്ടൊരു 2-3 മലയാളം പാട്ടുകളിൽ നമുക്ക് എടുത്തു പറയാം. ഒന്ന് വളരെ സിമ്പിളായിട്ട് തോന്നുന്നു ഉള്ള ഒരു പാട്ട് ഞാൻ പറയാം. പരീക്ഷയിലത്തെ പിന്നെ ജാനകിയമ്മയുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടുണ്ടല്ലോ, എന്തായിരുന്നു അത്, പിന്നെ ഓർമ്മ വരുന്നില്ല, ഓർമ്മ വരുമ്പോൾ ഞാൻ പറയാം. പിന്നെ വേറൊരു പാട്ട്, പിന്നെ ഇത് ഭാഗ്യവി നിലയത്തിലൊരു പാട്ട്. പക്ഷെ ജാനകിയമ്മയുടെ ശബ്ദത്തിൻ്റെ മോഡുലേഷൻ വളരെ മനോഹരമായിട്ട് ബാബുരാജ് ഉപയോഗിച്ചിട്ടുള്ളൊരു പാട്ട്. പാട്ടിൻ്റെ വരികൾ ഓർമ്മ വരുന്നില്ല.
അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ മോഡുലേഷൻ്റെ പിന്നെ ശബ്ദത്തിൻ്റെ മോഡുലേഷൻ കൊടുക്കുന്നതിൽ ജാനകിയമ്മയുടെ കഴിവ്. 2-3 പാട്ടുകൾ ഞാൻ ഉദാഹരണം പറയാം. പരീക്ഷയിലെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു പാട്ടാണ് അവിടുന്നൻ ഗാനം കേൾക്കാൻ. അവര് സംഗീത സംവിധാനം ബാബുരാജ്. അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ഇതാണ് പാട്ടിൻ്റെ പല്ലവി. പക്ഷേ ഇത് പിന്നെ ചരണത്തിന് ശേഷം ഈ പല്ലവി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഓരോ സമയത്തും കൊടുക്കുന്ന മോഡുലേഷൻ്റെ പ്രത്യേകതകൾ. അത് പാർട്ട്ലി ബാബുരാജിന് അവകാശപ്പെട്ടതാണ് അതിൻ്റെത്. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് ശബ്ദത്തിലൂടെ കൊണ്ടുവരാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതേമാതിരി വേറൊരു പാട്ട് വാസന്ത പഞ്ചമി നാളിൽ, ഭാർഗവി നിലയത്തിലെ വാസന്ത പഞ്ചമി നാളിലല്ല. അയ്യോ, ആ പാട്ടിനെ നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നത് നമുക്കറിയില്ല. കാരണം നമുക്ക് പൊതുവെ നമുക്ക് പറയാം ഒരു പ്രണയഗാനം എന്ന് പറയാം, വിരഹഗാനം എന്ന് പറയാം, പ്രതീക്ഷ ഉണർത്തുന്ന പാട്ടെന്നൊക്കെ പറയാം. ഇത് എല്ലാ വികാരവും ആ ഒരൊറ്റ പാട്ടിലുണ്ട് എന്നുള്ളതാണ്. അത് അത്ര കൃത്യമായിട്ട് കൊണ്ടുവരാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെയും ഈ തുണ്ട് പല്ലവിയിൽ പിന്നെ മോഡുലേഷനിൽ വരുത്തുന്ന മാറ്റം അത് എത്ര മനോഹരമാണെന്നുള്ളത് നമ്മൾ കേട്ടറിയേണ്ട കാര്യമാണ്. വേറെ ഒന്ന് മറ്റേ താമരക്കുമ്പിളല്ലോ മമഹൃദയം എന്നുള്ള പാട്ട്, അതിലും ഇതേപോലെ ദേവ എന്ന് പറയില്ല, ഓരോ തവണ ദേവ എന്ന് വിളിക്കുന്നതിലും വരുത്തുന്ന മാറ്റം. അതാണ് നമ്മൾ ജാനകിയമ്മയെ നമ്മൾ ഇത്രയും കൂടുതൽ ആരാധിക്കുന്നതിന് കാരണം ഇതൊക്കെ തന്നെയാണ്. ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ശബ്ദത്തിലെ പ്രത്യേകതകൾ അവർക്ക് കൊണ്ടുവരാൻ കഴിയും. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു അത് ആ കാലത്തെ നായികമാർക്ക് സിനിമയിൽ കിട്ടിയുള്ള വിഷയങ്ങളുണ്ട്. ദുഃഖം, പ്രണയം, സന്തോഷം, ഇങ്ങനെയുള്ള അവരുടെ ആ വിഷയത്തിനനുസരിച്ചുള്ള പാട്ടുകൾ ശരിക്കും അവർ പാടുന്ന സമയത്ത്, നായികമാർ പാടുന്ന സമയത്ത് അതിലേക്ക് ലയിച്ചുകൊണ്ട് പാടാൻ പറ്റുന്ന ഒരു കഴിവ് തീർച്ചയായിട്ടും. അത് പിന്നെ അതിൽ രണ്ടും സ്വർണ്ണമെങ്കിലൊക്കെ അതാണ്. പിന്നെ അതൊക്കെ ശരിക്കും എന്താ വിഷാദം, ആ നായിക വിഷാദം വെച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതത്തിലൂടെയും പാട്ടിലൂടെയും എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുക? അവിടെയാണ് സിനിമ. നമ്മളിപ്പോൾ സിനിമാ പാട്ടുകളെ കുറിച്ചാണ് പറയുന്നത്. സിനിമകളില്ലെങ്കിൽ ഈ പാട്ടുകളില്ല. അപ്പം അക്കാലത്തെ സിനിമകൾ എന്ന് പറഞ്ഞാൽ എല്ലാം കാൽപ്പനികമായിരുന്നു. പ്രണയം കാൽപ്പനികമായിരുന്നു. ആ പ്രണയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിരഹമൊക്കെ പിന്നെ സന്ദർഭങ്ങളൊക്കെ വളരെ കാൽപ്പനികമായിരുന്നു. ആ കാൽപ്പനികമായിട്ടുള്ള സന്ദർഭങ്ങൾക്ക് കൃത്യമായിട്ട് യോജിച്ച പാട്ടുകൾ അന്ന് ഉണ്ടായി. ഇക്കാലത്ത് അങ്ങനത്തെ ഒരു പാട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ഇപ്പോൾ എനിക്ക് ഇപ്പോഴും ഗൃഹാതുരത്വം തുളുമ്പുന്നൊരു പാട്ട്, ഇപ്പം ജാനകി പാടിയത് ONV കുറുപ്പ് എഴുതിയിട്ടുള്ള പാട്ട്, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന ഒറ്റത്തെത്തുവാൻ മോഹം. അതിപ്പോ ഏറ്റവും പുതിയ തലമുറക്ക് പോലും ആ പാട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കലാലയത്തിന്റെ പടി ഇറങ്ങി പോണ സമയത്ത് പിന്നീട് ചെല്ലുമ്പോൾ ഈ ഒരു പാട്ട് പലരുടെയും എന്താണ് ചില വാക്കുകൾ തന്നെയാ, ഒരു വട്ടം കൂടിയൻ എന്നുള്ള ആ വാക്ക് പോലും അങ്ങനെ വരുന്നത്. അത് അത്രയും ഹൃദയസ്പർശിയായിട്ട് ജാനകിക്ക് പാടിത്തരാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകതയാണ്. എനിക്ക് അതുപോലെ വേറൊരു പാട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, പിന്നെ കടത്തുകാരൻ എന്ന സിനിമയിൽ വീണ്ടും വയലാറാണ് എൻ്റെ വരികൾ എഴുതിയിട്ടുള്ള വയലാറാണ്, ബാബുരാജാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് പാടിയിട്ടുള്ള അതിൻ്റെ പുരുഷ ശബ്ദം MK സുകുമാരൻ എന്ന് പറഞ്ഞ ആളാണ്. വളരെ 1-2 പാട്ട് മാത്രമായിട്ട് മലയാളത്തിൽ പാടിയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു 1-2 പാട്ടുകൊണ്ട് അതിൻ്റെ ശബ്ദം അവിടെ, കാരണം ആ പാട്ട് അത്ര മനോഹരമാണ്. ഇത് ജാനകിയമ്മയുടെ ആ പാട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ജാനകിയമ്മയുടെ കലാപനാണ്. മണിമുകിലേ മണിമുകിലേ മാനം മീതെയ്താരുടെ പൊന്നും തോണിയിലേറി പോണു തോണിയിലേറി പോണു. ഇതാണ് പാട്ട്. ആ പാട്ടിൻ്റെ ഇടയിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഹമ്മിങ്ങുകളുണ്ട്. എന്തുമാത്രം മനോഹരമായിട്ടാണ് ബാബുരാജ് അത് ചെയ്തിട്ടുള്ളത്. അത്
ജാനകിയമ്മ പാടിയിട്ടുള്ളതെന്ന് അനുഭവിച്ചറിയേണ്ട ഒരു പാട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ത് മനസ്സിൽ കാണുന്നു അത് കൃത്യമായിട്ട് ശബ്ദത്തിലൂടെ കൊടുക്കാൻ ജാനകിയമ്മക്ക് പാടാൻ കഴിയുമെന്ന് ബാബുക്ക ഉറപ്പിക്കുന്നു. അതെ, അത് അവർ തിരിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ റെക്കോർഡിങ്ങിന് ശേഷം അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ജാനകിയമ്മ ഒരിക്കൽ കണ്ടപ്പോൾ ജാനകിയമ്മ നേരിട്ട് പറഞ്ഞതാണ്, ഓരോ പാട്ടും റെക്കോർഡിങ്ങിന് ശേഷവും അദ്ദേഹം റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ വന്നിട്ട് പറയുമായിരുന്നു, എന്തു മനോഹരമായിട്ടാണ് അമ്മയെ പാടുന്നത് എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അവർ എന്താവശ്യം മറുപടിയുണ്ട്. നിങ്ങൾ തന്ന ഈണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പാടുന്നത്. അതെ, നിങ്ങൾ തന്ന സ്വാതന്ത്ര്യം കൊണ്ടാണ്. അതൊരു പാരസ്പര്യമായിരുന്നു, അത് കറക്റ്റ് പരസ്പര പൂരകങ്ങളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ചിദംബരാന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പുകഴേന്തിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പം ജോൺസൺ മാഷ്ടെ പിൽക്കാലത്ത് വന്ന ജോൺസൺ മാഷ്ടെ നല്ല പാട്ടുകൾ, അക്കാലത്തുള്ള പാട്ടുകൾ പാടിയിട്ടുള്ള ജാനകിയമ്മയാണ്. സ്വർണ്ണമുഖിലേ പറഞ്ഞു. പിന്നെ ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്നുള്ള സിനിമയിൽ ഓമനത്തിങ്കൾ കിടാവൂ എന്നുള്ള പാട്ട്, പിന്നെ കാറ്റത്തെ കിളിക്കൂട് എന്നുള്ള ഗോപികെ നിൻവിരൽ, എന്തു മനോഹരമായ പാട്ടുകളാണ്. അപ്പം ജോൺസൺ മാഷും കൃത്യമായിട്ട് ജാനകിയമ്മയ്ക്ക് അത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം അവരാഗ്രഹിക്കുന്നത് എന്തോ അത് തിരിച്ചു കിട്ടുന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ പാട്ടുകൾ കാലത്തായിട്ട് പോയി. ശ്യാമ് കൃഷ്ണയിലത്തെ പാട്ടുകൾ ജാനകിയമ്മയാണ് പാടിയിട്ടുള്ളത്. രവീന്ദ്ര മാഷുടെ തേനും വയമ്പുള്ള പാട്ട് പിന്നെ രവീന്ദ്ര മാഷും ജാനകിയമ്മയുടെ പാട്ടുകൾ. എ ടി ഉമ്മറിന്റെ രണ്ട് കുറേ പാട്ടുകൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. എ ടി ഉമ്മറിന്റെ ഒരു പാട്ട് ഇതാണ്, ഏകാന്തതയിലൊരാത്മാവ് മാത്രം ഏകാദശി നോറ്റിരുന്നു, ബിച്ചു തിരുമല വരികളാണ്. അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ നേരത്തെ വളരെ സാന്ദർഭികമായിട്ട് അങ്ങനെ പറയേണ്ടി വരികയാണ്. ദേവരാജ മാഷ് ഒഴികെ മലയാളത്തിലെ അക്കാലത്ത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും നല്ല പാട്ടുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് ജാനകിയമ്മ തന്നെയാണ്. ജാനകിയമ്മ പറഞ്ഞത് എനിക്ക് മലയാളം ജന്മനാട് തന്നെയാണ്. അതന്നെ, അങ്ങനെ തന്നെയാണ് ജന്മനാട് തന്നെയാണ്. അവർക്ക് പിന്നെ മലയാളത്തിനോടും മലയാളികളോടുള്ള ആ ഒരു അടുപ്പം അവസാന കാലം വരെ ഉണ്ടായിരുന്നു. നമ്മൾ നിലപാടുകൾക്ക് നമുക്ക് പിന്നീട് പോകാം. ഞാൻ പറഞ്ഞത് അവർ പാട്ട് ഇനിമേൽ ഞാൻ പിന്നണി പാടുന്നില്ല എന്ന് നിശ്ചയിച്ച സമയത്ത് അവസാനമായിട്ട് അവർ പാടാൻ തിരഞ്ഞെടുത്തൊരു മലയാളം പാട്ടാണ്. 10 കൽപ്പനകൾ എന്ന സിനിമയിലത്തെ ഒരു പാട്ട് പാടിയിട്ടാണ് അവർ പിന്നെ ഇനിമേൽ ഞാൻ പിന്നണി ഗാനം പാടുന്നില്ല. വിനോദ, നമുക്ക് ഇപ്പം പൊതുവേ നമ്മളെ മലയാള സിനിമയിലായാലും സംഗീതത്തിലായാലും ഒക്കെ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഏറ്റവും ഒരു ഗാനഗന്ധർവനായിക്കോട്ടെ, അല്ലെങ്കിൽ ചക്രവർത്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോകിലമായിക്കോട്ടെ, അല്ലെങ്കിൽ സമ്പന്നമായ സിനിമാ പാരമ്പര്യം ഉണ്ടായിക്കോട്ടെ, ഇവരൊക്കെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് എടുക്കുന്ന നിലപാടുകൾ നീതിപരമല്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാകുന്ന പരാജയം. മിക്കവരും നിലപാടുകൾ എടുക്കാറില്ല. കാരണം അതിന് എതിർപ്പുകൾ വരുമെന്ന് കരുതി, എൻ്റെ കരിയറിനെ ബാധിക്കുമെന്ന് കരുതിക്കൊണ്ട് നിലപാടെടുക്കാത്ത ഒരുപാട് ആളുകൾ മലയാളത്തിലുണ്ട്. മലയാളത്തിൽ മറ്റു പല ഭാഷകളൊക്കെ ചില ആളുകൾ പുറത്ത് വരുന്നുണ്ട് നിലപാടെടുക്കാൻ വേണ്ടി. അതിൻ്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. നമ്മളെ ജാനകിയമ്മ എടുത്ത നിലപാട് മലയാളി, എനിക്ക് സംഗീതം കൊണ്ട് അവർ നമ്മളെ ഏറ്റവും കൂടുതൽ ആനന്ദത്തിൽ ആറാടിച്ചിട്ടുണ്ട്. അവർ നമ്മളെ മനസ്സ് കീഴടക്കിയിട്ടുണ്ട്. പക്ഷെ ആ നിലപാട് മലയാളത്തിലെ ഒരു ഗായിക പോലും എടുത്തിട്ടില്ല എന്നുള്ള. മലയാളത്തിലല്ല, ഇന്ത്യയിൽ ഒരു ഗായിക എടുത്തിട്ടില്ല. കാരണം ഒരു നടൻ പോലും എടുത്തിട്ടില്ല. ധാരാളം നടന്മാരുണ്ട്, അവരൊക്കെ നിലപാടെടുക്കാതെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ഒരു നിലപാടെടുത്തത് ഇന്ത്യൻ സംഗീത ലോകത്ത് മലയാളത്തിന് കിട്ടിയിട്ട് വലിയൊരു ഒന്നിന് തീർച്ചയായിട്ടും അല്ലേ. 2013 പിന്നെ അവർക്ക് പത്മഭൂഷൺ കൊടുക്കാൻ നിശ്ചയിക്കുന്നത്. അവരത് വളരെ എന്താ പറയുക, കരളുറപ്പോട് കൂടിയിട്ട് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു. അതിന് കാരണം അവർ പറഞ്ഞു, 60 വർഷങ്ങളായിട്ട് ഈ രംഗത്ത് നിൽക്കുന്ന എനിക്ക് ഇപ്പോഴാണ് ഇങ്ങനെയൊരു പിന്നെ അവാർഡ് നൽകാൻ തീരുമാനിച്ചത്. മറ്റൊന്നും പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, സുശീലാമ്മയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പത്മഭൂഷൺ കൊടുത്തിട്ടുണ്ട്, യേശുദാസിന് കൊടുത്തിട്ടുണ്ട്, ചിത്രയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കത് പറയാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കിട്ടിയൊരു അവാർഡ്
എനിക്ക് എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ആൾക്ക് കൊടുത്തത് കൊണ്ട് ഞാൻ റിഫ്യൂസ് ചെയ്യുന്നു എന്നല്ല അവർ പറഞ്ഞത്. ഞാൻ അങ്ങനെ ആളുകൾ ധരിച്ചാൽ കൂടെ എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ നിലപാടെടുക്കേണ്ടത് കൃത്യമായിട്ട് എടുക്കും എന്ന് പറയും. ആ നിലപാട് ഇങ്ങനെയായിരുന്നു. എനിക്ക് ഈ ലീല നമ്മുടെയൊക്കെ ഏറ്റവും സ്വാധീനിച്ചൊരു പാട്ടുകാരിയാണ്. രാവിലെ കേൾക്കുന്ന ലീലയുടെ പാട്ടുകളാണ്. ലീല ഒക്കെ അവരാഗ്രഹിച്ചിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു ദേശീയ അവാർഡൊക്കെ എനിക്ക് ലഭിക്കണം. ആരാഗ്രഹിക്കുന്നതാണ് ഇത്തരം, കാരണം സംഗീതം കൊണ്ട് ഒരുപാട് കീഴടക്കിയ ഒരു പാട്ടുകാരിയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ ആഗ്രഹിച്ചു, കിട്ടിയില്ല. അതേ സമയത്ത് മരണാനന്തരം അവർക്ക് പത്മഭൂഷൺ കൊടുത്തു. പത്മഭൂഷൺ കൊടുത്തു. മരണാനന്തരം കൊടുക്കുമ്പോൾ ആ പാട്ടുകാരിക്ക് കിട്ടുന്ന അർഹതയൊന്നുമില്ല. കാരണം അവർക്ക് 4 ആളെ മുമ്പിൽ വാങ്ങിക്കാനോ സന്തോഷം പങ്കിടാനോ കഴിയാതിരിക്കും. മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഒന്ന് ലീലക്ക് ഇത് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു പ്രതിഷേധം അവർ മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും. മറ്റൊന്ന് ഷംഷാദ് ബീഗം, അല്ലെ, തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗായികയായിരുന്നു ഷംഷാദ് ബീഗം. അവർക്കൊക്കെ സമാനമായി നിൽക്കുന്ന പാട്ടുകൾ തന്നെ പാടുന്നത്. അവർക്ക് പത്മഭൂഷൺ കൊടുക്കുന്നത് 90 വയസ്സ് കഴിഞ്ഞ് ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ട് അൽഷിമേഴ്സ് വന്നു. താൻ എന്താണ് വാങ്ങിക്കുന്നത് പോലും അറിയാൻ പറ്റാത്ത ഒരു ചുറ്റുപാടിലാണ് അവർ ഡൽഹിക്ക് വിളിച്ചിട്ട് പത്മഭൂഷൺ കൊടുക്കുന്നത്. അവർ പറയാം ഒന്നും അറിയുന്നില്ല സന്തോഷവും അവരുടെ കണ്ണുകളിലേക്ക് നോക്കി എന്ന് പറയുന്നത്. ഈ 2 പത്മഭൂഷൺ 2 പേർക്കും കൊടുത്തതല്ല, അവർക്ക് കൊടുത്തതിൻ്റെ ആ സമയം അനൗചിത്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 2 കാര്യത്തിലും ജാനകിയമ്മ ആ സമയത്ത് തന്നെ, അതായത് ഈ 2 സംഭവം നടന്ന സമയത്ത് തന്നെ ജാനകിയമ്മ തന്റെ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പ്രകടിപ്പിക്കാൻ ഒരു മടിയും അവർ കാണിച്ചു. 13 അവർക്ക് പത്മഭൂഷൺ കിട്ടിയത്. 2013 പത്മഭൂഷൺ കിട്ടുമ്പോൾ എനിക്കത് വേണ്ട, അതെ പറയാം, വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന തന്റെ നിലപാട് ഇത് വളരെ കൃത്യം. ഒരു ഗായികക്കോ മറ്റൊരു നടനോ ഇത് മാത്രമല്ല ഇപ്പം നമ്മൾ സിനിമയെ കുറിച്ച് പറയുന്ന സമയത്ത് രാഷ്ട്രീയക്കാരെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ്. അവർ വിരമിക്കാറില്ല. സിനിമയിൽ നിന്ന് ആരെങ്കിലും വിരമിച്ച് കാണാറില്ല. പ്രത്യേകിച്ച് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ, നടന്മാരാവട്ടെ ഗായകരാവട്ടെ, അവരാരും വിരമിക്കാറില്ല. ഏത് എത്ര പ്രാക്ടീസൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ടെക്സ്ചറിന് മാറ്റം വരും, തീർച്ചയായിട്ടും വരും. പലരും ഇപ്പോഴും രംഗത്ത് തിളങ്ങി നിൽക്കുന്ന പല ഗായകരും സാങ്കേതികതയുടെ സഹായത്തോടു കൂടിയിട്ടാണ് അവരുടെ ശബ്ദത്തിന് അതേമാതിരി നമ്മൾക്ക് കേൾപ്പിക്കാനുള്ള ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ജാനകിയമ്മ അതിന് തയ്യാറായില്ല. അവർ കൃത്യമായിട്ട് 2018 അവർ പറഞ്ഞു, ഞാൻ പിന്നണി 2016 കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഇനിമേൽ ഞാൻ പിന്നണി ഗാനം പാടുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു. അതും ഒരു നിലപാടിൻ്റെ ഇത് തന്നെയാണ്. ആരും എടുക്കാത്ത നിലപാട്. പ്രോഗ്രാമൊക്കെ അവസാനിപ്പിച്ചായിരുന്നു. പിന്നെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ചെയ്തതും അവർ മലയാളത്തിലൊരു പാട്ട് പാടിക്കൊണ്ടാണ്. അവസാനത്തെ പാട്ട് അവർ പാടുന്നത് മലയാളത്തിലാണ്. മലയാളത്തിൽ തരുന്ന ഒരു ബഹുമതി തന്നെയാണ്. മലയാളത്തിനോട് അവർക്കുണ്ടായിരുന്ന ആ ഇഷ്ടം തന്നെയാണ് ആ ഒരു തീരുമാനത്തിൽ. ദേശീയ അവാർഡുകളും മലയാളത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡ് തന്നെ, സംസ്ഥാനം തന്നെ ഒരു 11-14 അവർ അംഗീകരിച്ചില്ല ഏറ്റവും മികച്ച ഗായിക. മലയാളത്തിൽ 2 ദേശീയ അവാർഡാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർക്ക് മൊത്തം 4 ദേശീയ അവാർഡ് കിട്ടി. മലയാളം കന്നഡയിലുണ്ട് കിട്ടിയിട്ട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയതും ഏറ്റവും കൂടുതൽ സംവിധായകർ ഉപയോഗിച്ചതും മലയാളം. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പാടിയ ഗായികവരാണ്. 17-18 ഭാഷകളിൽ ഒരു പാടി. 44,000 പാട്ടുകൾ പറയുമ്പോൾ 44,000 പാട്ടുകൾ പാടുക, 17 ഭാഷകളിൽ പാടുക. മാത്രമല്ല പുറത്തുള്ള പാട്ടുകൾ ജപ്പാൻ, സിംഹള, ജർമ്മൻ, ഇംഗ്ലീഷ്, ഈ ഭാഷയിൽ അവർ പാടിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും അവരുടെ റേഞ്ച് എന്നുള്ളത് നോക്കണം നമ്മൾ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെ അവരുടെ പ്രത്യേകതകൾ തന്നെയാണ്. നമ്മൾ പറയുമ്പോൾ ജാനകിയമ്മയുടെ ആലാപന ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണം. ജാനകിയമ്മ ഒരു പിന്നണി ഗായകൻ അല്ലെങ്കിൽ ഗായികയിൽ നിന്ന് സിനിമ ആവശ്യപ്പെടുന്നത് സിനിമയ്ക്ക് ഏത് പാട്ടാണോ വേണ്ടത് അതൊക്കെ പാടാനുള്ള ഒരു കഴിവാണ് ഒരു പിന്നണി ഗായകനോ ഗായികയ്ക്കുണ്ടത്. വേറെ ആരും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ജാനകിയമ്മ ചെയ്തു. കുട്ടിയുടെ ശബ്ദത്തിൽ പാടിയിട്ടുണ്ട്. ഇപ്പോൾ ചിരിയോ ചിരി എന്നുള്ള സിനിമയിലത്തെ കൊക്കാമന്തി കോനാനിറച്ചി ആ കുട്ടിയുടെ ശബ്ദത്തിൽ അവർ പാടി.
പുരുഷന്റെ ശബ്ദത്തിലുണ്ടാവും, പക്ഷികളുടെ ശബ്ദത്തിൽ. അതെ അതെ. പിന്നെ ചാന്തുപൊട്ട് എന്ന സിനിമയിൽ ഒരു വൃദ്ധ, ഒരു അങ്ങേയറ്റം പ്രായമായ ഒരു വൃദ്ധയെ പാടുന്നത് പോലെ അവർ പാടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി പുരുഷന്റെ ശബ്ദത്തിൽ പാടാൻ അവർ തയ്യാറായി. ഇതൊക്കെ അവരുടെ പിന്നെ എന്താ പറയാ, അവരുടെ വ്യക്തിത്വത്തിലെ പ്രത്യേകതകൾ തന്നെയാണ്. കാരണം പുതിയൊരു പാട്ടുകാരിയോ ഒന്നും ഇതിന് സമ്മതിക്കില്ല. കാരണം ഈ ശബ്ദം, അവരുടെ ശബ്ദം എക്കാരും പ്രിസർവ് ചെയ്ത് വെക്കേണ്ടതാണ്, അതിന്റെ മനോഹാരിത അതേമാതിരി നിലനിർത്തേണ്ടതാണെന്നുള്ള വായിക്കാം. പക്ഷെ ഇവരങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഞാൻ കാണുന്നതിലൊരു രാഷ്ട്രീയം കൂടിയാണ്. അതായത് നമ്മുടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹം തന്നെയാണ്. പുരുഷന്മാർ ധാരാളം സ്ത്രീകളുടെ ശബ്ദത്തിൽ പാടാറുണ്ട്. ഏതെങ്കിലും ഒരു സ്ത്രീ പുരുഷന്റെ ശബ്ദത്തിൽ പാടി കേട്ടു, ജാനകിയമ്മ തയ്യാറായി. അപ്പൊ അതിലൊരു രാഷ്ട്രീയമുണ്ട്, അതിൽ രാഷ്ട്രീയ നിലപാടുണ്ട്. എനിക്ക് സാധിക്കും അതാണത് നിലപാട് കൂടി ഉണ്ട്. നിങ്ങള് സ്ത്രീകളുടെ ശബ്ദത്തിൽ പാടാമെങ്കിൽ എനിക്ക് പുരുഷന്റെ ശബ്ദത്തിലും പാടാം എന്ന് പറയുന്നതിലൂടെ ഒരു നിലപാട് തന്നെയാണ് അവരുടെ. നമ്മൾ നേരത്തെ പറയുന്ന ജാനകിയമ്മയുടെ ഒരു ഗായിക എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിലും മറ്റാരും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ജാനകിയമ്മ ചെയ്തിട്ടുണ്ട്. ജാനകിയമ്മയെ നമുക്ക് ഇഷ്ടപ്പെടാൻ പാട്ടുകൾ മാത്രമല്ല, ഇങ്ങനത്തെ നിലപാടുകൾ കൂടി സഹായിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മലയാളികളെ ജാനകിയമ്മ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ മലയാളികൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു 6-7 പ്രാവശ്യം ജാനകിയമ്മയെ കൊന്നിട്ടുണ്ട്. അതെ അതെ, അതാണ് ജാനകിയമ്മ അറിയുന്നുണ്ട്. കാരണം ജാനകിയമ്മ അന്തരിച്ചു 8 തവണകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആരൊക്കെയോ പഠിച്ചിട്ട്. അതെ, അപ്പം പറയുന്നുണ്ട് ഇവർ പിന്നെ അത് ഭയങ്കര ലാഘവത്തോടെയാണ് കണ്ടതെന്ന് അറിയുന്നത്. ഞാനിപ്പോൾ മരിച്ചിട്ടില്ല എന്ന് തന്നെ അവർ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ലാഘവത്തായിട്ടുണ്ടായിരുന്നു. അതും മലയാളിയുടെ സംഭാവനയാണത്. കാരണം മലയാളി ജാനകി അതെന്ന് വെച്ചാൽ ജാനകിയുടെ ഒരു മരണ വാർത്ത മലയാളിയെ ഞെട്ടിപ്പിക്കുന്നു ഒരു ചിന്ത ഈ സോഷ്യൽ മീഡിയയിൽ മരണവാർത്ത കൊടുക്കുന്ന ആൾക്കുണ്ട്. തീർച്ചയായിട്ടും അതൊരു പരക്കും പ്രചാരം നേടുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രകൃതി കൂടിയാണ് അതെന്നുള്ളതും ജാനകിയമായി സരസായിട്ട് എന്നെ കാണും ചെയ്യുന്നത്. പിന്നെ നമ്മളിത് പറഞ്ഞു, നമ്മൾ നേരത്തെ ജാനകിയമ്മയുടെ നിലപാടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ നിലപാടൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും അവർ ചിരിച്ചുകൊണ്ടാണ് ആ നിലപാട് പ്രഖ്യാപിച്ചത്. അതായത് ഞാൻ പിന്നെ പത്മഭൂഷൺ നിരസിക്കുന്നു അവർ പറഞ്ഞതും ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ നിലപാട് നിന്നില്ല, തർക്കം ആരും ഉന്നയിക്കണ്ട, അത് എന്റെ വ്യക്തിപരം അതാണ് പറയാം. അത് വളരെ കൃത്യമാണ്. ഈ രീതിയിൽ ഇപ്പൊ സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഇത്രയും ലളിതമായിട്ടും ചിരിച്ചുകൊണ്ടും ആളുകളൊക്കെ തൃപ്തി കൊടുത്തുകൊണ്ടൊക്കെ പോകുന്ന മറ്റൊരു പാട്ടുകാരൻ എനിക്കൊന്ന് SP ബാലസുബ്രഹ്മണ്യം കേട്ടോ. ഒരു ഗാനമേളയായാലും ആ ഒരു കൂട്ടിപ്പിടുത്തുണ്ട്. കാരണം ഒപ്പമുള്ള ആളുകളൊക്കെ തെറ്റൊന്നും വരുത്തിയാൽ പോലും അവരിങ്ങനെ പിടിച്ചുകൊണ്ട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവരൊരു ജാനകിയമ്മക്ക് സ്റ്റേജിലേക്ക് കാണുമ്പോൾ വളരെ നിഷ്കളങ്കായി നോക്കൂ ഞാൻ ചെയ്യേണ്ടത് എന്ന് 57 മുതൽ പാട്ട് പാടിയിട്ടുള്ള ഒരു വലിയ ഗായിക സ്റ്റേജിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഓർക്കസ്ട്ര ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്ക് എന്താ ഞാൻ ചെയ്യേണ്ടത്? അത്രയും ലാളിത്യത്തോട് കൂടിയിട്ടാണ് ആ രംഗത്ത് അവർ. SPBയെ കുറിച്ചിട്ട്, ഈ SPBയുടെ ഈ പ്രത്യേകതയെ കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. SPBക്കുള്ള പ്രത്യേകത, SPB ഒരു ഗായകൻ മാത്രമായിരുന്നില്ല, അയാള് ഗായകനേക്കാളും വലിയ മനുഷ്യനായിരുന്നു എന്ന് ഞാനൊരു ലേഖനത്തിൽ പറഞ്ഞു. പിന്നെ ഇവരൊക്കെ എന്താ വെച്ചാൽ മറ്റൊന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം പക്ക ശാസ്ത്രീയ സംഗീതം ഒന്നും പഠിച്ച ആളുകൾ പഠിച്ചിട്ടില്ല. അവിടെയാണ് ബാക്കിയുള്ള ആളുകളൊക്കെ അതിൻ്റെതായ രീതിയിൽ അതാത് ആളുകളിൽ നിന്നും പഠിച്ചിട്ടാണ് നമുക്ക് അതിന്റെ സംഭാവന തന്നത്. ഒരു ശാസ്ത്രീയ ക്ലാസ്സിലും പോയിട്ടില്ല, സ്വാഭാവികമായിട്ടുള്ള പാട്ടിന്റെ രീതിയിൽ ഒഴുകിപ്പോയി. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നു. ജാനകിയമ്മ ശരിക്കും പോപ്പുലാരിറ്റിയിലേക്ക് വരുന്നത് കൊഞ്ചും ചിലങ്കൈ എന്ന സിനിമയിലെ ശിങ്കാരവേലനൈ ദേവ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് അവർ വരുന്നത്. ഫസ്റ്റ് പാട്ടതല്ല, പക്ഷെ അവർ പ്രോമിനൻ്റ് ആയി മാറുന്നത് ആ പാട്ടിലൂടെയാണ്. പിന്നെ ഈ പാട്ടിൽ പിന്നെ ആ നാദസ്വരം ഇതിൻ്റെ നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ ഓർമ്മ വന്നത്. ആ നാദസ്വര പിന്നെ വാദകൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ നാദസ്വരത്തിന് ഈക്വൽ പിച്ചിലാണ് ജാനകിയമ്മയിൽ പാടിയിട്ടുള്ളത്. 19 വയസ്സോ മറ്റോ ആണ്. ആ പാട്ട് സുശീലാമ്മ ട്രൈ ചെയ്തു, ലതാ മങ്കേഷ്കർ ട്രൈ ചെയ്തു, പീലിയിലെ ട്രൈ ചെയ്തു, ആരും അത് പേടാൻ തയ്യാറായില്ല. കാരണം ആ പിന്നെ എന്താ പറയുക, നാദസ്വരത്തിന് ചേർന്ന പിച്ചിൽ വേണം ആ പാട്ട് പാടാൻ. അവസാനം പീലിയിലെയാണ് ജാനകിയമ്മയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. അന്ന് അവർക്ക് 19 വയസ്സാണ്.
ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ല. അത് പരിപൂർണമായിട്ടും ശാസ്ത്രീയ രാഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടാണ്. അതാണ് അവർ പാടുന്നത്. അപ്പം അന്ന് തുടങ്ങിയിട്ട് ഏത് രീതിയിലുള്ള ചാലഞ്ചുകളും എടുക്കാനുള്ള ഒരു ഇപ്പൊ ശങ്കരാഭരണം ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു അറിയില്ല, ഒന്നും അറിയാതെയാണ് ശാസ്ത്രീയ സംഗീതത്തിൽ ആ പാട്ട് അത്രയും അതാണ്. പിന്നെ ഇതൊക്കെ പറയുന്ന സമയത്ത് പിന്നെ ജാനകിയമ്മയെ പേഴ്സണലി കാണാനും സംസാരിക്കാനും ഒരു അവസരം കൂടി എനിക്ക് ഉണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാനൊക്കെ മനസ്സിൽ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്നിങ്ങനെ പോയി കാണണം, മദ്രാസിലൊക്കെ പോയി കാണാം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. നമ്മൾ ബാക്കിയുള്ളവരെ കാണുമ്പോൾ അല്ല, അത് എവിടെയോ തൊട്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അന്ന് പിന്നെ ഞാനത് പിന്നെ അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നത്, ഇതിലൊക്കെ എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാനന്ന് ഫോണിൽ സംസാരിച്ചു. ഫോണിൽ വിളിച്ചു. അപ്പോൾ ആദ്യം മോനാണ് ഫോൺ എടുക്കുക. ഒരു മോൻ കൂടെ തന്നെ അവരുടെ മാനേജർ മാതിരി ഇങ്ങനെ നിൽക്കും. പക്ഷേ പിന്നെ മോൻ കൃത്യമായിട്ട് പിന്നെ ജാനകിയമ്മയ്ക്ക് ഫോൺ കൊടുക്കുകയും, ഇപ്പം ഞാൻ തമിഴിലാണ് സംസാരിക്കുന്നത്, പക്ഷെ അവർ മറുപടി പറയുന്നത് മലയാളത്തിലാണ്. മലയാളത്തിന് ആക്സെൻറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ എന്നാലും അവർ മലയാളത്തിലാണ് മറുപടി പറയാൻ തയ്യാറായത്. അങ്ങനെ പറഞ്ഞു, ഒരു സമയം നിശ്ചയിച്ചു, 1/2 മണിക്കൂർ സമയം തന്നു. നമ്മൾ ആ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്തി. പക്ഷേ 1/2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ആ സംസാരം നീണ്ടു. അതൊരു ഇൻ്റർവ്യൂ ഒന്നും ആയിരുന്നില്ല അന്ന്. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കുകയും അതിന് റെക്കോർഡിങ്ങിന് സൗകര്യമായിട്ടുള്ളൊരു സൗകര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കാമായിരുന്നു. അന്ന് സംസാരിക്കുക മാത്രമല്ല, എത്രമാത്രം പാട്ടുകളാണ് ജാനകിയമ്മ പാടിത്തന്നിട്ടുള്ളത്. അതൊക്കെ ഒരു ഓർമ്മിച്ച് നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ നമ്മൾ ജാനകിയമ്മയുടെ വിയോഗത്തിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അതെ ഇവിടെ വന്നിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റേഡിയോയിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവം കേട്ടോ. നല്ല ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ പ്രത്യേകിച്ച് കുറച്ചും കൂടി ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. മാധ്യമങ്ങളൊക്കെ മരണശേഷം അവരുടെ കുറേ സംഭാവന നമ്മൾ അറിയാത്തതൊക്കെ നമുക്ക് വായിക്കാനുള്ള മറ്റ് വീഡിയോകളൊക്കെ തന്നിരുന്നു. അതുകൊണ്ട് കുറേയും കൂടെ നമുക്ക് എന്ത് ചെയ്യുക അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വിനോദേട്ടൻ, എനിക്ക് 4ാമത്തെ പുസ്തകമാണ് വിനോദേട്ടൻ്റെ. ഇത് 2 സംഗീതത്തിൻ്റെ പുസ്തകമാണ്. 1 കവിതയാണ്, 1 അനുഭവങ്ങളാണ്. അതൊക്കെ ഇതിലുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും പുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനം ഇപ്പോൾ അടുത്ത MD രാജേന്ദ്രനായിരുന്നു സംഗീത സമയം. MD രാജേന്ദ്രനാണ് നിർവഹിച്ചത്. ആ സമയങ്ങൾ അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ നമ്മൾ വായിക്കാനും കൂടി ഒരു പ്രേരിപ്പിക്കുകയാണ് പുസ്തകം. കാരണം നമ്മൾ ഒരു പാട്ടിൻ്റെ പല പാട്ടിൻ്റെ സന്ദർഭമുണ്ട്. അപ്പം സ്വപ്നത്തെക്കുറിച്ചുള്ള പാട്ട്, സ്വപ്നം പ്രമേയമാക്കിയ പാട്ടുകൾ മലയാളത്തിൽ എത്രയുണ്ട്? അതാണ് ഒരു ചാപ്റ്റർ. തത്വചിന്തയെ പ്രമേയമാക്കിയ പാട്ട് എത്രയുണ്ട്? മരണത്തെ ആക്കിയ നിലാവ്, അവത്തിന് താരാട്ട്, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളെ എത്ര എഴുത്തുകാർ പാട്ടുകളാക്കി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള നല്ലൊരു മനോഹര പുസ്തകമാണ്. അത് വായിക്കണം. അത് നമുക്ക് ഒരു സംസാരത്തിനിടയിലൊക്കെ ആ വിഷയത്തിലേക്കും കൂടെ വരുമ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതും കൂടി ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം പറയാനുള്ളത്. അപ്പം എനിക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം ജാനകിയമ്മയെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ ആര് വിളിച്ചാലും ഒരു തർക്കമില്ലാതെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഗായികയാണ്. പിന്നെ എനിക്ക് അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുണ്ട്. അത് പലരും ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും, ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ആളുകളോട് പറയണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാനത് ഗ്രാബ് ചെയ്യണം. അതിനെ വരും. ജാനകിയമ്മയെ കുറിച്ചൊക്കെ നമുക്ക് ഉള്ളിൽ വരാൻ കാരണം നമ്മളൊക്കെ സ്വാധീനിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ തന്നെ വേറെ ഒരു എന്താ പറയുക, കാണാപ്പളം പിടിച്ച് പോയി അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും വേണ്ട. നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒരു സംഗീതത്തെ മലയാളി മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തന്നെയാണ്. അത് തങ്ങി നിർപ്പിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. സംഗീതമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സെക്യുലർ ബോധമൊക്കെ തരുന്ന ഏറ്റവും വലിയ ഉപകരണം സംഗീതമാണ്. ഇനി എന്ത് ചെയ്യണം? അതെ ജാനകിയമ്മയോട് തന്നെ പിന്നെ പാട്ടുകാരൊക്കെ മരണപ്പെട്ടാൽ പോലും അവർ ജീവിതത്തിൽ കാലം ഓർമ്മിക്കുന്നവരുടെ പാട്ടുകളിലൂടെയാണല്ലോ. അതാണ് പാട്ടുകാർ നിലനിൽക്കുക തന്നെ ചെയ്യും. ഭാഗ്യം തന്നെയാണ്. ഞാൻ ജാനകിയമ്മയെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളിൻ്റെ പിന്നെ തലക്കെട്ട് കൊടുത്തത് തന്നെ അതാണ്. നമ്മൾ ജാനകിയമ്മയെ കേട്ടുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാം. ജാനകിയമ്മ കേട്ടുകൊണ്ടേയിരിക്കുക അല്ലേ? ഓക്കെ. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് സർഗസന്ധ്യ.
സർഗസന്ധ്യയിൽ ഓർമ്മകളിൽ എസ് ജാനകി. പാട്ടെഴുത്തുകാരൻ വിനോദ് തളശ്ശേരിയുമായി സതീഷ് തോട്ടത്തിൽ നടത്തിയ അഭിമുഖം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ CU. ഇനി കേട്ടുകേട്ടറിയാം.